ഇന്ന് ജനുവരി 4 വെക്കേഷനായിട്ട് ഇത്രയും ദിവസമായിട്ടും കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പം നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് ഇന്ന് കുറച്ച് പണിയുണ്ട്. ഫസ്റ്റത്തെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ടണി റെക്കോർഡിൻ്റെ ഇൻഡെക്സ് പേജിൽ ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മിസ് അന്നേ അടയാളപ്പെടുത്തി തന്നാണ്. പക്ഷെ നാളെ സ്കൂളിൽ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ ഒരു ചെറിയ പണി തീർത്തു. നമുക്ക് ഫിസിക്സ് റെക്കോർഡുള്ളത്. ഫിസിക്സ് റെക്കോർഡിൽ 3 എക്സ്പെരിമെൻറ്റ്, മൊമെൻ്റ് നമ്പർ 1 കൺകറൻറ്റ് ഫോഴ്സ്, വോർനെ കാലിപ്പസ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് എഴുതിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് മൊമെൻ്റ് നമ്പർ 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻ്റ് നമ്പർ 1 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ കൺകറൻറ്റ്. അപ്പോൾ അതിൽ തന്നെ മൊമെൻ്റ് നമ്പറിൽ കുറച്ച് ഫിഗറൊക്കെ വെക്കാണ്ടായിരുന്നു. മൊമെൻ്റ് നമ്പർ കഴിഞ്ഞപ്പോൾ പിന്നെ കൺകറൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കൺകറൻറ്റ് കുറച്ച് ഉണ്ടേനു. 8ലും വരയിലൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ ലാസ്റ്റ് ടാബിളിൽ എഴുതുന്ന സമയത്ത് ഒരു ചെറിയ തെറ്റ് പറ്റി. അപ്പോൾ തെറ്റ് പറ്റിയപ്പോൾ പിന്നെ മൂഡ് പോയി. പിന്നെ അത് നമുക്ക് പേപ്പറെല്ലാം മുറിച്ച് പശയാക്കി ഒട്ടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കായിരുന്നേ. അപ്പോൾ ഇവിടെ തെറ്റ് പറ്റിയെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മുടെ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും പപ്പടവും പരിപ്പ് കറിയും പിന്നെ കുറച്ച് കേബേജും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു ബ്രേക്കിന് ശേഷം ഞാൻ പിന്നെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ട്രയൽ നമ്പറിൻ്റെ അവിടെയുള്ള ഒരു തെറ്റ് പറ്റിയതൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ കൺകറൻറ്റിൻ്റെ ഫിഗറൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചു. അതിങ്ങനെ ഒരൊറ്റ പീപ്പിളായിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വോർനെ കാലിപ്പസ്. അപ്പോൾ ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഴുതേണ്ടതൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഗ്രാഫിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിഗർ വരയ്ക്കൽ. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു അങ്ങനെയൊന്നും എനിക്ക് കിട്ടില്ല എന്നല്ല വിചാരിച്ചേ. പക്ഷെ വരച്ച് വന്നപ്പോൾ നല്ല രസമുണ്ടേനു. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഒബ്സർവേഷനും കാൽക്കുലേഷനൊക്കെയാണ് എഴുതാനുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഹെലിക്കൽ സ്പ്രിങ്ങും അതുപോലെ സെക്കൻഡ് ഇയർ എക്സ്പെരിമെൻ്റൊക്കെ എനിക്ക് റെക്കോർഡിൽ എഴുതിയെടുക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ ഇന്ന് എഴുതുന്നില്ല, കാരണം എനിക്ക് ഹെലിക്കൽ സ്പ്രിങ്ങിന് ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നില്ല. ഞാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയെടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞു, റെക്കോർഡ് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ ജനുവരിയിലേക്ക് പ്ലാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ പ്രാക്ടിക്കൽസ് ഒക്കെ വരും. അപ്പോൾ നമുക്കൊരു മാസം മുഴുവനായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു വീക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫൈനലി ഞാൻ ആ ഒരു പ്ലാനിങ് എന്നുള്ള പ്രോസസ്സേ മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്തത് ഒരു ഹെൽത്തി ഷേക്ക് അതിനിടയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെയിറ്റ് ഗെയിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പച്ചപ്പാലിൽ ഒരു ഷേക്ക് ഉണ്ടാക്കുക. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 3/4 ഗ്ലാസ് പാല് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിലാണ് ഷേക്ക് അടിക്കുന്നുള്ളത്. പാല് ചൂടാക്കി തണിയാൻ വെക്കുന്ന ടൈമിൽ തന്നെ ഞാൻ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പീനട്ട് ബട്ടർ, അതുപോലെ ഒരു 5 ബദം, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തണിയാൻ വെച്ച പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് റെഡിയാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.